ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ 4ാമത്തെ യൂണിറ്റായ അപ്പൂപ്പൻ താടി എന്ന യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ വേഴാമ്പൽ എന്ന പാഠഭാഗവും അതിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യൂണിറ്റിലെ ഫസ്റ്റത്തെ പാഠമായ പയ്യെ പയ്യെ എന്ന പാഠഭാഗവും അതിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പാഠഭാഗത്തിലെ വീഡിയോ എല്ലാ കൂട്ടുകാരും പോയി ഒന്ന് നോക്കണേ. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വേഴാമ്പൽ. മഴയില്ല കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും? കവി സുഗതകുമാരിയുടെ വേനൽ എന്ന രചനയിൽ നിന്നെടുത്ത ഭാഗം വായിക്കൂ. അപ്പോൾ ഈ പാഠഭാഗം കവി സുഗതകുമാരിയുടെ വേനൽ എന്ന രചനയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. മഴയില്ല കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും, അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മാനത്തു നോക്കി തപസ്സിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഞാനും മേലോട്ടു നോക്കിയിരിക്കുന്നു. നട്ടുച്ച ആകാശത്തിനു പഴുത്ത ലോഹത്തകിടിൻ്റെ നിറം. പൊടി മൂടിക്കെട്ടിയ വായുമണ്ഡലം. കാറ്റുപോലും എങ്ങോ പേടിച്ചൊതുങ്ങിയിരിക്കുന്നു. ഒരു കിളിയൊച്ച പോലും കേൾക്കാനില്ല. ചൂട് ചൂട് ചൂട്. പിളർന്ന കൊക്കുകളുമായി കാക്കകൾ മുറ്റത്തെ ഒരിത്തിരി തണലിൽ വന്നിരുന്നു പരാതി പുലമ്പുന്നു. അനാഥയായ ഭ്രാന്തിയെ പോലെ ഭൂമി വരണ്ട മാറുമായി വെയിലത്തു മലർന്നു കിടന്നു മയങ്ങുന്നു. നദികൾക്കൊക്കെ ക്ഷയരോഗം. കിണറുകൾക്കൊക്കെ കണ്ണീരുറവ പോലും വറ്റിത്തുടങ്ങിയിരിക്കുന്നു. തെങ്ങുകൾ പേടിച്ചു കൂപ്പുകൈ ഉയർത്തി യാചിച്ചു നിൽക്കുന്നു. കൃഷിവിളകൾ വരണ്ടു ചാഞ്ഞു ചാവാൻ കിടക്കുന്നു. തീ പിടിച്ച കാട്ടിൽ നിന്നു പറന്നുയരാൻ ശ്രമിക്കുന്ന പറവകൾ ചിറകു കുഴഞ്ഞു വീഴുന്നു. ആനക്കൂട്ടം വെള്ളം തേടിയുഴന്ന് കാടിൻ്റെ അതിർത്തിയിലെത്തി നിന്നു കറങ്ങുന്നു. കാട്ടിൽ വെള്ളമില്ല, തീയുണ്ട്. നാട്ടിൽ മനുഷ്യരുണ്ട്. ആനയ്ക്ക് ഏറെ വെള്ളം വേണം. മുടിഞ്ഞ കാട്ടിലെ മുടിഞ്ഞ വെള്ളക്കുഴിയിൽ തുമ്പിക്കൈ കൊണ്ട് കുഴിച്ചു ചോര പൊടിഞ്ഞിട്ടും വെള്ളമില്ലാഞ്ഞ് കൊമ്പ് ഉറക്കെ ഗർജിക്കുന്നു. എൻ്റെ കാട്ടിലെ വെള്ളം എവിടെ? അപ്പോൾ ഇത് സുഗതകുമാരി എന്ന് പറയുന്ന കവി എഴുതിയതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പാഠഭാഗം. ഇനി നമുക്കിതിലെ 2 ചോദ്യങ്ങളുണ്ട്, അത് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വേനലിൻ്റെ വിഷമം ആനയ്ക്കു മാത്രമല്ലല്ലോ. ചെടികൾ, വള്ളികൾ, മറ്റു ജന്തുക്കൾ എന്നിവയ്ക്കൊക്കെ വേനൽ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും? ചർച്ച ചെയ്തു കണ്ടെത്തൂ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കാം. വേനൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ ഭൂരിതം നൽകുന്നു. മരങ്ങളും ചെടികളും എല്ലാം അവയുടെ പച്ചപ്പ് നശിപ്പിച്ചു ഉണങ്ങിപ്പോകുന്നു. കാട്ടിലെയും നാട്ടിലെയും ജീവികളും ദാഹജലം കിട്ടാതെ പരക്കം പായുന്നു. അന്തരീക്ഷം പൊടിപടലം കൊണ്ട് നിറയുന്നു. കൃഷിഭൂമി വരണ്ടുണങ്ങുന്നു. നീർച്ചോലകളും നദികളും വറ്റുന്നു. മനുഷ്യർക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പ്രയാസം നേരിടുന്നു. ജീവികൾക്ക് തണൽ നൽകുന്നില്ല. കാട്ടുതീ ഉണ്ടാവുന്നു. വേനൽക്കാല പ്രയാസങ്ങളിലൂടെ ഒരു കാലം കൂടിയാണിത്. അടുത്ത ചോദ്യമാണ് വേനൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നിങ്ങളോടൊരു വേനൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരെണ്ണം നോക്കാം. അപ്പം ഇതുപോലെയാണ് കൂട്ടുകാർ തയ്യാറാക്കേണ്ടത്. കഴിഞ്ഞ വേനൽക്കാലത്തെ ഒരു ദിവസം. അതികഠിനമായ ചൂട്. ചെറിയൊരു കാറ്റ് പോലും വീശുന്നില്ല. മരങ്ങളും ചെടികളും എല്ലാം ഉണങ്ങി നിൽക്കുന്നു. അപ്പോൾ 2 കിളികൾ എന്തോ തിരഞ്ഞു പറന്നു വന്നു. ഇനി അവർ വെള്ളമാണോ തിരയുന്നത് എന്ന് എനിക്ക് തോന്നി. ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്ത് മരച്ചുവട്ടിൽ വെച്ചു കൊടുത്തു. ഞാൻ മാറി നിന്ന് നോക്കിയപ്പോൾ കിളികൾ ആർത്തിയോടെ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവരെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നി. അന്ന് മുതൽ എന്നും ഞാൻ ജീവികൾക്കായി ഒരു പാത്രം വെള്ളം ഒരുക്കി വെക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേനൽ അനുഭവക്കുറിപ്പ് എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എഴുതാട്ടോ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ ഈ 2 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.